കോൺഗ്രസിന് വർദ്ധിത വീര്യമേകിക്കൊണ്ട് വിവേകശാലിയായ ഒരു മികച്ച വ്യക്തിത്വം കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടയം സ്വദേശിയായ മുൻ IAS ഓഫീസർ കണ്ണൻ ഗോപിനാഥനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേര, കരുത്തനായ യുവ നേതാവ് കനയ്യകുമാർ, ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് ജിഗ്നേഷ് മേവാനി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡൽഹിയിൽ വെച്ച് കോൺഗ്രസിൽ പ്രവേശിച്ചത്. മോദിയുടെ വിവേകശൂന്യമായ ഭരണത്തിൽ പ്രതിഷേധിച്ച് IASൽ നിന്ന് രാജിവെച്ച ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നടത്തിയ പത്രസമ്മേളനത്തിലാണ് കണ്ണൻ ഗോപിനാഥനെ KC വേണുഗോപാലും പവൻ ഖേരയും കനയ്യകുമാറും ചേർന്ന് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. ഇദ്ദേഹം 2012 IAS ബാച്ചിലെ അംഗമാണ്. 2019 ഓഗസ്റ്റ് 5 സംസ്ഥാനമായിരുന്ന കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിനെ അദ്ദേഹം നഖശികാന്തം എതിർത്തു. ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ ഏകപക്ഷീയമായ ഇത്തരമൊരു തീരുമാനമെടുത്ത മോദി സർക്കാരിനെതിരെ അദ്ദേഹം നെഞ്ചുറപ്പോടെ നിലയുറപ്പിച്ചു. മറ്റു പലരും മോദി സർക്കാരിന്റെ ബിസ്ക്കറ്റ് തിന്ന് കൈയും കെട്ടി നോക്കിയിരുന്നപ്പോഴാണ് അദ്ദേഹം ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ VVPAT കൃത്യമായി രേഖപ്പെടുത്തി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ ശബ്ദമുയർത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറി തടയുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ആയിരുന്നപ്പോഴും ശബ്ദമുയർത്തുന്നതിന് അദ്ദേഹം തെല്ലും മടിച്ചില്ല. CAA NRC വിഷയത്തിലും അദ്ദേഹം സർക്കാരിനെതിരെ നിലയുറപ്പിച്ചു. മോദി സർക്കാരിനെതിരെ ഇതിന്റെ പേരിൽ FIR സമർപ്പിക്കുന്നതിനും അദ്ദേഹം നെഞ്ചുറപ്പ് കാട്ടി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം IASൽ നിന്നും രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ സംസാരിക്കുന്നത് കേൾക്കാം. I think this is one of the happiest moments for all of us, that one of the brave bureaucrat who is having passion towards the downtrodden people of this country, marginalized people of this country, and who always fought for justice, love and affection, Mr. Kannan Gobinathan. Pan India, his presence is there. He born in Kerala, living in Pune, worked northeast and all other parts of this country. Therefore, a Pan India figure like Kannan Gobinathan is joining in the Congress party, is giving a clear-cut message that Congress party is the only party who is fighting for the justice for this country, and the ideology of the Congress is very clear. That's why Kannan Gobinathan is also opting Indian National Congress for his party. I don't want to take much of his time. He resigned 2019 from civil service, but he is now telling so far his resignation is not at all accepted. Still he is a bureaucrat. Bureaucrats nowadays, those who are fighting for the justice, fighting for marginalized people, are penalizing by the system. Whether it is in Haryana, whether it is in Madhya Pradesh, we are witnessing everywhere. Even Chief Justice of India is also not spared. Therefore, I think this is the time to rise to fight against this divisive agenda. That's why Kannan Gobinathan's entry to the Congress will be a welcome step. He already met Honorable Congress President Mallikarjuna Kharge ji, and he also met Leader of Opposition Rahul Gandhi ji. Both of them are told him to join Congress, and he is now joining into Congress. Wholeheartedly, we are welcoming Kannan Gobinathan to the Congress party. Thank you. Welcome. ഇതിനുശേഷം ഈ പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. सबसे पहले सबको धन्यवाद यहाँ पे आने के लिए, और कांग्रेस पार्टी ज्वाइन करने का जो निर्णय था वो 19 में रिज़ाइन किया. उस वक्त एक चीज़ क्लियर था कि देश में जो सरकार जिस दिशा में देश को लेके जाना चाहता है वो सही दिशा नहीं है, वो गलत है. वो गलत क्या है वो क्लियर था, और गलत के खिलाफ लड़ना है ये भी क्लियर था. ആദ്യമേ തന്നെ ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. കോൺഗ്രസിൽ ചേരുന്നതിനുള്ള തീരുമാനം 2019 IASൽ നിന്ന് രാജിവെച്ചു. ആ സമയത്ത് ഒരു കാര്യം വ്യക്തമായിരുന്നു,
രാജ്യത്തെ ഗവൺമെന്റ് ഏത് രീതിയിലാണോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ശരിയായ ദിശയിൽ ആയിരുന്നില്ല, അത് തെറ്റായിരുന്നു. എന്തുകൊണ്ടാണ് തെറ്റായ രീതിയിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതിനെതിരെ പോരാടണം എന്നുള്ളതും എനിക്ക് വ്യക്തമായിരുന്നു. पर ऑल्टरनेटिव क्या है, वो उस जर्नी तक पहुंचने में मेरा मुझे खुद भी क्लैरिटी की ज़रूरत थी। तो कई सारे 80-90 जिलों में घूमे, ट्रैवल किए, लोगों से बात किया, कई सारे लीडर्स से मिले, तब ये क्लियर हुआ कि जिस दिशा में देश को मैं चाहता हूँ कि चले वो कांग्रेस पार्टी लेके जा सकती है और कांग्रेस की आइडियोलॉजी उसमें आगे लेके जा सकते हैं। എന്നാൽ അതിനുള്ള ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന് അറിയുന്നതിനു വേണ്ടി രാജ്യമെമ്പാടും 80-90 ജില്ലകളിൽ സഞ്ചരിച്ച് ആളുകളുമായി സംസാരിച്ചു, വളരെയേറെ നേതാക്കളുമായി കൂടിക്കണ്ടു. അപ്പോൾ വ്യക്തമായി ഏത് ഡയറക്ഷനിലാണ് രാജ്യം മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് മാത്രമേ രാജ്യത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനാവൂ. सपना क्या है, जहाँ पे हर नागरिक अपना अधिकार, उनको अधिकार मिले, अपना सपना देख पाए, वो सपना पूरा करने का कोशिश कर पाए, उसमें सरकार उनका मदद करे, और अगर नहीं करे तो उसी सरकार से सवाल पूछने का उनका हक हो। सिर्फ सपना देखना एक नागरिक वो नहीं है, अगर सपना पूरा करने में सरकार क्यों नहीं उनकी मदद करते हैं, वो उसके सवाल पूछना भी जो एक नागरिक का अधिकार है। എന്റെ സ്വപ്നം എന്താണ് എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും അവരുടെ അവകാശം വിനിയോഗിക്കാൻ അവസരം ലഭിക്കുക, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരം ലഭിക്കുക, അതിനുവേണ്ടി സർക്കാർ അവർക്ക് വേണ്ട സഹായം ചെയ്യുക. അങ്ങനെ സർക്കാർ ചെയ്തില്ലെങ്കിൽ ആ സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ എല്ലാ പൗരന്മാർക്കുമുള്ള അവരുടെ അവകാശം ലഭിക്കുക. 2014 से मैंने जो नोटिस किया वो एक चीज़ थी कि हम बहुत मुश्किल से प्रजा से नागरिक बने थे। कई सारे राजा पहले भी थे, प्रजा से हम नागरिक बने क्यों? क्योंकि प्रजा सवाल नहीं पूछ सकते थे, सवाल पूछे तो तुरंत राष्ट्रद्रोही या राज्य के खिलाफ बोलने वाले ऐसे माने जाते थे। तो पहली बार हम बहुत मुश्किल से सवाल पूछने लग रहे थे, जैसे आरटीआई हो, जितने अधिकार सरकार ने नागरिकों को दिया उसके तहत वो सवाल पूछने लगे थे कि तुरंत आके बोल दिया कि आप सवाल मत पूछो, हम आपको कुछ देंगे, आप चुपचाप रहिए, उसको रिसीव करिए, उसके अलावा अगर कुछ पूछेंगे, सरकार की आलोचना करेंगे तो उसको हम देश की आलोचना के तुलन कर लेंगे, और अगर सरकार से सवाल पूछेंगे तो आपको देशद्रोही माना जाएगा। ये बात से मैं बिल्कुल सहमत नहीं था। 2014 മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രജകളിൽ നിന്ന് പൗരന്മാർ ആയി തീർന്നത്. വളരെയേറെ രാജാക്കന്മാർ മുൻപുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രജകളിൽ നിന്നും നമ്മൾ പൗരന്മാരായി മാറേണ്ടത്? അതിന് കാരണം പൗരന്മാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ 2014 ശേഷം ചോദ്യം ചോദിക്കുന്നവരെ ഉടനെ തന്നെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു. 2014 മുൻപ് ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള, കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങൾ RTI വഴി ഉണ്ടായിരുന്നെങ്കിൽ 2014 ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് എത്ര തന്നാലും ഇല്ലെങ്കിലും വായടച്ച് മിണ്ടാതിരിക്കണം എന്നുള്ള രീതിയിലായി. അതല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ, സർക്കാരിന്റെ തെറ്റുകളെ വിമർശിച്ചാൽ അവരെ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തുന്നു. ഇതിനോട് എനിക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. देखिए, जिनको लगता है कि सरकार सही काम कर रहे हैं वो उसकी पूर्ण सम्मति दे, वो देश प्रेमी हो सकता है। जिनको लगता है कि जो सरकार कर रहे हैं वो देश हित में नहीं है और गलत रास्ते पे लेके जा रहे हैं, तो उसको सवाल पूछने वाले, क्योंकि वो बहुत सारे कॉस्ट पे, अपने पर्सनल कॉस्ट पे वो सवाल उठाते हैं, वो भी देश प्रेमी है। मैं एक ही तबके के लोगों को देशद्रोही मानता हूं, जिनको पता है ये बात कि देश सही दिशा में नहीं जा रहे, पर अपनी फायदा के लिए या लालच या ग्रीड या सर्वाइवल के लिए ये निर्णय ले चुका है कि हाँ हम चुप रहेंगे, क्योंकि चुप रहना ही इस वक्त बेहतर है। तो जो मैं उस तरीके का देशद्रोही नहीं बनना चाहता था, मुझे ये था कि मुझे जो अपनी बात रखना है, सवाल उठाना है। സർക്കാർ എന്ത് ചെയ്താലും അതിനെ പുകഴ്ത്തി പറയുന്നവരെ രാജ്യസ്നേഹികളെന്നും, സർക്കാർ ചെയ്യുന്നത് ജനങ്ങളുടെ ഹിതം അല്ല എന്ന് തോന്നുന്നവരെ, സർക്കാർ തെറ്റായ വഴിയിലാണ് പോകുന്നത് എന്ന് പറയുന്നവരെ, ഇത്തരത്തിൽ സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്നവർക്ക് വളരെയേറെ നടപടികൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ യഥാർത്ഥ ദേശദ്രോഹികൾ രാജ്യം തെറ്റായ വഴിക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും സ്വന്തം നേട്ടത്തിനു വേണ്ടി വായടച്ച് ഇരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരാൻ കാരണം എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താൻ പറയുന്നതും ആഗ്രഹിക്കുന്നതും കോൺഗ്രസിന്റെ ആശയങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിനാൽ സ്വാഭാവികമായി
തൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ജനങ്ങളുടെ യഥാർത്ഥ ഹിതം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി ആയതിനാൽ ആണ് കോൺഗ്രസിൽ ചേർന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് സെലക്ട് ചെയ്തത്? വളരെ ഇത് പൗരന്മാരുടെ പാർട്ടി ആയതുകൊണ്ടാണ്. അതായത് പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളൊരു യാത്ര ഇന്ത്യയെ ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം, ആ സ്വാതന്ത്ര്യ സമരത്തിന് അനുബന്ധിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളതിൽ മാറി വീണ്ടും സർക്കാർ തരുന്നത് മേടിച്ച് ശബ്ദമില്ലാതെ ആൾക്കാരാവുക എന്ന് മാറി തിരിച്ച് വീണ്ടും പ്രജകളാക്കി മാറുന്ന ഒരു യാത്രയിലോട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചുള്ള യാത്ര എത്രയും പെട്ടെന്ന് നമ്മൾ നിർത്തുകയും തിരിച്ച് പൗരന്മാരാകാനുള്ള യാത്രയിലെ ഏറ്റവും ഉചിതമായ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള ഉച്ചബോധ്യമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. അനീതിക്കെതിരെ നിരന്തരം പോരാടുന്ന, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന കണ്ണൻ ഗോപിനാഥന്റെ കോൺഗ്രസ് പ്രവേശനം കോൺഗ്രസിനും രാജ്യത്തിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന പൗരന്മാർക്കും വളരെ മികച്ച കാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?